ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും നിഷ്കളങ്കനായ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി വളരെ നിഷ്കളങ്കനായ ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യൻ. ഈ രാഷ്ട്രീയത്തിൻ്റെ സകല ഗുട്ടൻസും പഠിച്ചവരാണ് സാധാരണ കേന്ദ്രമന്ത്രിമാരാകുന്നത്, മുഖ്യമന്ത്രിമാരാകുന്നത്, പ്രധാനമന്ത്രിമാരാകുന്നത്. ഒരുപാട് കൊല്ലം ഇതിൽ പയറ്റി തെളിഞ്ഞ അഭ്യാസികളായിരിക്കും, മെയ്യ് കണ്ണാക്കിയ അഭ്യാസികൾ എന്ന് പറയാം. ഈ മൈലെണ്ണ പുരട്ടി എങ്ങോട്ട് വളയാനും തിരിയാനും മറിയാനും ചാടിക്കളിക്കാനും ഒക്കെ വൈഭവമുള്ള ആളുകൾക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. രാജീവ് ഗാന്ധി ഈ വിഭാഗത്തിൽപ്പെട്ട ആളേ ആയിരുന്നില്ല. കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ദൗഹിത്രനാണ്, സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. ഒട്ടും മോശക്കാരനല്ലാത്ത ഫിറോസ് ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇതൊക്കെ ശരിയാണ്. എങ്കിലും രാജീവ് ഗാന്ധിക്ക് ഈ രീതിയിലുള്ള മെയ്വഴക്കമോ അല്ലെങ്കിൽ ഉള്ളത് ഇല്ല എന്ന് പറയാനോ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാനോ ഉള്ള ഉളുപ്പില്ലായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായ, വളരെ നിഷ്കളങ്കനായ, വളരെ ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യൻ. രാഷ്ട്രീയത്തിലേക്ക് ഏതെങ്കിലും കാലത്ത് കാലെടുത്ത് വെക്കേണ്ടി വരും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുമില്ല. ഇന്ദിരാഗാന്ധിയുടെ അനന്തരാവകാശിയായിട്ട് തെളിഞ്ഞു വന്നത് സഞ്ജയ് ഗാന്ധിയാണ്. സഞ്ജയ് ഗാന്ധി പെട്ടെന്ന് ഒരു ദിവസം വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അനന്തരാവകാശിയായിട്ട് മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി രംഗത്തിറക്കി എന്നുള്ളതാണ് സത്യം. അപ്പോഴും രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമില്ല. അദ്ദേഹം വളരെയധികം ചെറുത്ത് നിൽക്കുകയും വഴക്കടിക്കുകയൊക്കെ ചെയ്തു. അവസാനം ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായ അമേത്തിയിൽ മത്സരിക്കുകയും അവിടെ നിന്ന് ജയിക്കുകയും പിന്നീട് AICC ജനറൽ സെക്രട്ടറി ആയി തീരുകയൊക്കെ ചെയ്തു. ആ സമയത്ത് തന്നെ അദ്ദേഹം പല അബദ്ധങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോൺഗ്രസിൻ്റെ കുത്തക സംസ്ഥാനമായിരുന്ന ആന്ധ്രാപ്രദേശിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അഞ്ജയ്യയെ അദ്ദേഹം ബീഗംപേട്ട് വിമാനത്താവളത്തിൽ വെച്ച് മുക്തകണ്ഠ ചീത്ത പറഞ്ഞു. അത് തെലുങ്കന്മാരുടെ ആത്മാഭിമാനത്തെ സ്പർശിക്കുകയും ആ പോയിന്റിൽ NT രാമറാവു ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും. ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും പല വിഡിതങ്ങളുമൊക്കെ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശുദ്ധത കൊണ്ട് പറ്റിയതാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലിറങ്ങി മൂന്നാമത്തെ കൊല്ലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയാണ്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു. വെറും 3 കൊല്ലത്തെ രാഷ്ട്രീയ പരിചയം മാത്രമുള്ള രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. അങ്ങനെ പ്രധാനമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉപദേശകരാരും ഉണ്ടായിരുന്നില്ല. മന്ത്രിസഭയിൽ വളരെ പരിചയസമ്പന്നരായ മന്ത്രിമാർ കുറവായിരുന്നു. പ്രണബ് മുഖർജിയെ അദ്ദേഹം മന്ത്രിസഭയിൽ എടുത്തില്ല. അർജുൻ സിംഗിനെ അദ്ദേഹം പഞ്ചാബിൽ ഗവർണറായിട്ട് അയച്ചു. പിന്നെ സീനിയർ എന്ന് പറയാനുള്ള ഒരാൾ നരസിംഹ റാവുവായിരുന്നു. ആ റാവുവിനെ നമുക്കറിയാമല്ലോ. അങ്ങനെ മറ്റ് താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ ആളുകളായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഡൂൺ സ്കൂളിലും മറ്റുമൊക്കെ പഠിച്ച ചില പഴയ സഹപാഠികളായിരുന്നു. മണിശങ്കർ അയ്യർ, അല്ലെങ്കിൽ അരുൺ നെഹ്റു, അരുൺ സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പഴയ RK ധവാൻ, ML ഫോർത്തേദാർ മുതലായ ഉപജാപകന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ രാജീവ് ഗാന്ധിക്ക് അതിനുശേഷവും പല അബദ്ധങ്ങളും പറ്റി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ശ്രീലങ്കയിൽ വളരെ കാലമായിട്ട് തമിഴരും സിംഹളരും തമ്മിൽ വംശീയ ലഹളകൾ നടന്നു. അത് ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഇന്ദിരാഗാന്ധി ഉള്ള സമയത്തും അതിനു മുമ്പൊക്കെ ഇന്ത്യ ഗവൺമെൻറ് പുറത്തു നിന്നുള്ള സഹായം ഈ തമിഴർക്ക് ചെയ്തു, എന്നാൽ വലിയ ഇടപെടലും നടത്തിയിരുന്നില്ല. രാജീവ് ഗാന്ധിയുടെ സമയത്ത് അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് വലിയ ചാതുര്യമുള്ള ആളായിരുന്നു, ജൂലിയസ് ജയവർദ്ധൻ. ഈ ജയവർദ്ധനെ അതിവിദഗ്ധമായിട്ട് രാജീവ് ഗാന്ധിയെ കുപ്പിയിലിറക്കുകയും ഇന്ത്യയിൽ നിന്ന് പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് അയച്ചു. അതോടെ കളി മാറി. കാരണം അതുവരെ സിംഹളന്മാരും തമിഴരും തമ്മിലായിരുന്നു യുദ്ധം. ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് ജാഫ്നയിൽ ചെന്ന് ഇറങ്ങിയോടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്ത്യൻ സമാധാന സേനയും ഈ തമിഴ് പുലികളും തമ്മിലായി ഏറ്റുമുട്ടൽ. ഒടുവിൽ രാജീവ് ഗാന്ധിക്ക് സ്വന്തം ജീവൻ പോലും അതിനുവേണ്ടി ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. അത് ഞാനിവിടെ പറയാൻ വന്ന അദ്ദേഹത്തിന് പറ്റിയ ഈ പ്രധാനമന്ത്രിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തെക്കുറിച്ചാണ്. ഏറ്റവും വലിയ അബദ്ധം എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് 1985-86 കാലത്ത് ഷാബാനു ബീഗത്തിൻ്റെ കേസിൽ വിധി വരുന്നത്. ഷാബാനു ബീഗവും അവരുടെ മുൻ ഭർത്താവും തമ്മിലുള്ള കേസായിരുന്നു. മൊഴി ചൊല്ലിയ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഭർത്താവിന് ബാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ സംഘടനകളൊക്കെ ഭയങ്കരമായിട്ട് അതിനെ വിമർശിച്ചു. നിയമം മാറ്റിയെഴുതണം എന്ന് വാശി പിടിച്ചു. രാജീവ് ഗാന്ധി ഈ മുസ്ലിം യാഥാസ്ഥിതികരെ പ്രീണിപ്പിക്കാൻ വേണ്ടി
അവരുടെ സമ്മർദ്ദത്തിന് വിധേയനായി ഒരു നിയമം പാസാക്കി. മുസ്ലിം വനിതാ സംരക്ഷണ നിയമം എന്നായിരുന്ന നിയമത്തിൻ്റെ പേര്. അത് രാജ്യത്ത് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി. പുരോഗമനവാദികൾ ഒരു ഭാഗത്ത്, പിന്നെ ഹിന്ദുത്വവാദികൾ മറുഭാഗത്ത്. ലാൽ കൃഷ്ണ അദ്വാനി അതിൽ പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അദ്വാനി കിട്ടിയ ആദ്യത്തെ വടി ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ ആദ്യത്തെ ചുവടുവെപ്പും അത് തന്നെയായിരുന്നു. അങ്ങനെ ഹിന്ദുക്കൾ സർക്കാരിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയപ്പോൾ രാജീവ് ഗാന്ധി അടുത്ത പരിപാടി ഇറക്കി. അതായത് വളരെ കാലമായിട്ട് പൂട്ടിക്കിടന്നിരുന്ന അയോധ്യയിലെ തർക്കമന്ദിരം, അതായത് ബാബറി മസ്ജിദ് എന്ന് മുസ്ലിങ്ങളും രാമജന്മഭൂമി എന്ന് ഹിന്ദുക്കളും വിശേഷിപ്പിച്ചിരുന്ന ആ സ്ഥലം തന്നെ അത് ആരാധനയ്ക്കായിട്ട് തുറന്നു കൊടുത്തു. ഹിന്ദുക്കളെല്ലാവരും സന്തോഷിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനെതിരായി, ഹിന്ദുക്കളും എതിരായി. അങ്ങനെ രണ്ടു കൂട്ടരെ ഒരുപോലെ വെറുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷമാണ് ഈ ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ കോൺഗ്രസ് നിരന്തരമായി തോക്കാൻ തുടങ്ങി. ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ കോൺഗ്രസിൻ്റെ അഡ്രസ്സ് പോയത് ഈ സംഭവത്തിന് ശേഷമാണ്. കോൺഗ്രസ് ഇന്ന് കാണുന്ന ദുസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിൽ രാജീവ് ഗാന്ധിയുടെ ഈ രണ്ട് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, ഒന്ന് മുസ്ലിം വനിതാ സംരക്ഷണ നിയമവും മറ്റേത് രാമജന്മഭൂമിയും വഴി തെളിച്ചു എന്നുള്ളത് ഏത് കോൺഗ്രസ്സുകാരനും തലകുലുക്കി സമ്മതിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയുടെ മകളും നമ്മുടെ വയനാട് എംപിയുമായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്ര കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു കൈസഞ്ചിയുമായി പ്രവേശിച്ചു. അത് കണ്ടപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ രോമാഞ്ചമുണ്ടായി. ഇതാ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി പ്രിയങ്കാജി. മാത്രമല്ല വയനാട് മണ്ഡലത്തിൻ്റെ സവിശേഷത നമുക്കറിയാമല്ലോ. അവിടെ വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടർമാരുണ്ട്. അത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ രോമാഞ്ചമുണ്ടായി. ഒരു പക്ഷേ ചില പത്രാധിപന്മാർക്കും ചില മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ഉണ്ടായി. ഇതാ പാലസ്തീനൊപ്പം നിൽക്കാൻ നമ്മുടെ പ്രിയങ്കാജി എന്ന് അവരൊക്കെ കോരിത്തെളിച്ചു. സത്യം പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ബ്ലണ്ടറായിരുന്നു. കാരണം ഈ ഒറ്റ സംഭവം കൊണ്ട് BJP ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. BJP നോക്കുമ്പോൾ അതാ പ്രിയങ്ക ഗാന്ധി പാലസ്തീൻ്റെ പതാക വാഹികയായിട്ട് വന്നിരിക്കും. കനി കുസൃതി എന്ന് പറഞ്ഞ നടി കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു കൈസഞ്ചി കൊണ്ടുവരും. അത് കണ്ടവർക്കൊക്കെ രോമാഞ്ചമുണ്ട്. കാരണം കനി കുസൃതിക്ക് ഇലക്ഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല, സിനിമാ നടി മാത്രമാണ്. മറിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥിതി അല്ലല്ലോ. അവർ വെറുമൊരു പാർലമെൻറ്റ് അംഗം പോലുമല്ല. കോൺഗ്രസ്സിലെ ഒന്നാമത്തെ കുടുംബത്തിലെ അടുത്ത അനന്തരാവകാശിയാണ്. അങ്ങനെ ഒരാൾ പാലസ്തീനെ പരസ്യമായി പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ പാലസ്തീൻകാർക്ക് രോമാഞ്ചം ഉണ്ടാവും. പാകിസ്ഥാനിലെ ഒരു മുൻ MP അത് കണ്ട് വളരെയധികം ആഹ്ലാദഭരിതരാകുകയും അദ്ദേഹം പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള എത്ര MP മാരുണ്ട് നോക്കൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകളായ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു കൈസഞ്ചിയുമായിട്ട് പോയിരിക്കുന്നു. പാകിസ്ഥാനിൽ എത്ര പേർക്ക് ഇങ്ങനെ ധൈര്യമുണ്ട് എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഇങ്ങനൊരു ചോദ്യമാണ് BJP-കാർക്കും വേണ്ടിയത്. അവരത് വെച്ചിട്ട് കണ്ടോ, ഈ പ്രിയങ്ക ഗാന്ധിക്ക് ചോറെങ്കും കൂറംഗമാണ്. ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് അവർ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ബാഗുമായിട്ടാണ് ആദ്യ ദിവസം പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് വെച്ച് മുതലെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായി സംഗതി അബദ്ധമായി. ഉടനെ തന്നെ അവർ മാറ്റിപ്പിടിച്ചു. അവർ മറ്റൊരു ബാഗുമായിട്ട് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ സഭയിലെത്തി. ആ ബാഗിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയേക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇംഗ്ലീഷിലുള്ളതിൽ പറഞ്ഞേക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. ഹിന്ദിയിൽ എഴുതിയേക്കുന്നത് ഒന്നും കൂടി തെളിച്ച്, ഒന്നുകൂടി വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കുക എന്നാണ്. പ്രിയങ്കാജിക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല പീഡനം അനുഭവിക്കുന്ന കൂട്ടത്തിൽ ബുദ്ധമതക്കാരുമുണ്ട്. പ്രത്യേകിച്ച് ചിറ്റഗോങ് മേഖലയിൽ അവിടെ ചക്മാസ് എന്ന് പറയുന്ന ബുദ്ധമതാനുയായികളായ കുറേ അധികം ആളുകളുണ്ട്. അവരും പതിറ്റാണ്ടുകളായി വലിയ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ കാര്യം പ്രിയങ്കാജിക്ക് അറിയാമോ? ഇനി പ്രിയങ്കാജിക്ക് അറിഞ്ഞാലും പോരല്ലോ, ഈ ബാഗ് ഉണ്ടാക്കുന്നവർ കൂടെ അറിയണം. അവർക്ക് അറിയാമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ആ ഒരു കാര്യം കൂടി അടുത്ത പ്രാവശ്യം ബാഗ് ഉണ്ടാക്കുമ്പോൾ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇങ്ങനൊരു ബാഗ് വന്നുകൂടി എന്ന് പരിയോഗിച്ചാൽ ഈ തലേ ദിവസം ഇത് കണ്ട് കോരി ധരിച്ച ആളുകൾ കൂടി പിറ്റേ ദിവസം വന്നപ്പോൾ അവർ കൂടി കലിപ്പായി. കാരണം ഈ പാലസ്തീനിലെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഒരു വിഷയമല്ല. ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രത്യേകിച്ച് ഒരു വിക്ഷോഭം ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിലെ വംശഹത്യയെക്കുറിച്ച്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ
ആ ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്നവൻ ഇവരുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ സത്യം പറഞ്ഞ എന്ത് പറ്റി ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി ഒരടിക്ക് ഈ ഹമാസ് അനുകൂലികളായിട്ടുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനും മറ്റേ വശം കൊണ്ട് ഈ ഹിന്ദുത്വവാദികളെ സന്തോഷിപ്പിക്കാനും ആഗ്രഹിച്ചത്. മറിച്ചാണ് സംഭവിച്ചത്. ഹമാസ് അനുകൂലികൾ ഇതോടെ പ്രിയങ്ക ഗാന്ധിക്കെതിരായി, ഹിന്ദുത്വക്കാർ അവർ തലേദിവസത്തിൻ്റെ എതിരായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ രാജീവ് ഗാന്ധിയുടെ അതേ നിഷ്കളങ്കതയാണ് പാവം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. ഇതൊന്നും വെച്ച് മുതലെടുക്കാൻ അവർക്ക് അറിയില്ലെന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ സെൽഫ് ഗോളായിട്ട് ബൂമറാങ്ങായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള ആരെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. പ്രിയങ്കാജിക്ക് മുമ്പ് ഇതുപോലുള്ള തിക്താനുഭവം ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ പാലസ്തീനിൽ പുതിയ റൗണ്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് പ്രിയങ്കാജി പ്രധാനമായിട്ടും പ്രചരണം നടത്തിയത്. രണ്ട് സ്ഥലത്തും അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ആക്രമണമാണ്. ഹമാസിനെ ന്യായീകരിച്ച് ഇസ്രായേലിനെ എതിർത്തും പ്രിയങ്കാജി മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒരുപാട് പ്രസംഗങ്ങൾ നടത്തി. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ചോദിച്ചാൽ എതിർ പാർട്ടി വിജയിച്ചു. കാരണം ഹമാസിനേക്കാൾ കൂടുതൽ ആരാധകരുള്ളത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും നെതന്യാഹുവിനാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ അബദ്ധം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് അല്പം കൂടി കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.